നമസ്കാരം സർ. സർ ആദ്യമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. കുറ്റിപ്പുറം ബേസ്ഡ് ബ്ലോക്കിൽ നിന്നാണ് വരുന്നത്. എടയൂർ മുളക് എന്ന് പറയുന്ന ഒരു GI പ്രോഡക്റ്റ് ഉണ്ട്. അത് ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങളൊരു FPC നടത്തുന്നുണ്ട്. സുലഭ FPC എന്നാണ് ഇതിൻ്റെ പേര്. 3 വർഷത്തോളമായി അത് പ്രവർത്തനം തുടങ്ങിയിട്ട്. ഈ എടയൂർ മുളകിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എരിവ് കുറവാണ്. ബജി രൂപത്തിലും പച്ചയ്ക്കും കഴിക്കാൻ പറ്റുന്ന മുളകാണ്. അത് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപ്രകാരം ഞങ്ങൾ FIGകൾ രൂപീകരിച്ച് കർഷകരെ കൊണ്ട് അത് പരമാവധി കൃഷി ചെയ്യിപ്പിച്ച് അത് മാർക്കറ്റിലെത്തിക്കുകയും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സർ ഇപ്പോൾ FPOയിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 3 വർഷം ആവുന്നു. 3 വർഷം. സർ ഇപ്പോൾ എത്ര ഫാർമേഴ്സാണ്? ഇപ്പം നമ്മൾ എടയൂർ മുളക് മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന എത്ര ഫാർമേഴ്സ് ഉണ്ട് സാറിൻ്റെ സംരംഭത്തിൽ? 303ഓളം കർഷകരുണ്ട്. അവർ എടയൂർ മുളകും അതുപോലെ തന്നെ പച്ചക്കറിയും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ടാണോ അതോ എടയൂർ മുളക് എങ്ങനെയാണ് അത് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നതെന്നൊന്ന് പറയാമോ? 2 രീതിയിലും എത്തിക്കുന്നുണ്ട്. മുളക് ആവശ്യക്കാർക്ക് അതുപോലെ തന്നെ എത്തിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് എടയൂർ കൊണ്ടാട്ടം, അത് ഫേമസ് ആണ്. കൊണ്ടാട്ടമാക്കിയിട്ടും അതിൻ്റെ പൗഡറാക്കിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ പച്ച മുളകും അതുപോലെ എടയൂർ കൊണ്ടാട്ടവും ഒന്നാണ് വിപണിയിലെത്തിക്കുന്നത്. അതെ. സാറേ, നമുക്ക് ഇപ്പോൾ FPO തുടങ്ങിയതിന് ശേഷം ഇപ്പം 3 വർഷക്കാലം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സപ്പോർട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടാൻ സാറിൻ്റെ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം പറയാമോ? SFIC ആണ് ഇതിന് വേണ്ട സാമ്പത്തിക സഹായവും അനുവദിച്ചിരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ലഭിക്കാറുണ്ട്. മൊത്തം ഇതിന് 3 വർഷത്തേക്ക് 60 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് അലോയ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇനിയും 25 ലക്ഷം കൂടി കിട്ടാനുണ്ട്. ഒരു പാക്ക് ഹൗസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള 25 ലക്ഷം കിട്ടാനുണ്ട്. അതിൻ്റെ സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ പാക്ക് ഹൗസും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇനിയും കുറച്ച് ഭാവിയിലേക്ക് ഇതിൻ്റെ വിപുലമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഒക്കെ വരുന്ന ഉടനെ നമ്മളിതിന് കുറച്ച് വിപുലീകരിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള സാറിൻ്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? കുറച്ചുകൂടി ഷെയർ ഹോൾഡേഴ്സിനെ ചേർക്കണം. ഒന്നുകൂടി വൈഡായിട്ട് കൃഷി സംവിധാനമായിട്ട് മുന്നോട്ട് പോകണം. ഇതിൽ പലരും ഇതിപ്പോൾ ഒരു വൈറസ് ബാധ ഈ മുളകിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈൽഡ് വളരെ കുറവാണ്. അപ്പോൾ പല കർഷകരും ഇത് കൃഷി ചെയ്യാൻ വൈമുഖ്യം കാണിക്കുകയാണ്. അതിന് ഒരു പ്രതിവിധി KVKയും അതുപോലെയുള്ള കൃഷിശാസ്ത്രജ്ഞരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതിന് വേണ്ട ഒരു പ്രതിവിധി കിട്ടിയിട്ടില്ല. അത് ഞങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതിനൊരു പരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല തോതിൽ തന്നെ കൃഷി ചെയ്ത് വിദേശങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വൈറസ് ബാധ കണ്ടെത്തി അതിൻ്റെ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസും നടന്നിട്ടില്ല ഇതുവരെ. KVK 1-2 പ്രാവശ്യം സാമ്പിളുകളൊക്കെ കൊണ്ടുപോയിട്ട് അവർ അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെന്തോ പ്രിക്കോഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അതെ. മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ അല്ലാതെ മറ്റു ജില്ലകളിൽ, കേരളത്തിലെ മറ്റ് ജില്ലകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? അത് ഇതിന് GI കിട്ടിയതാണ്. ഒരു പ്രദേശത്തിനാണ് GI കിട്ടുക. അപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നമുക്കത് വ്യാപിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കണം. അപ്പോഴാണ് അത് ഉൽപ്പാദനമല്ല ഞാൻ ചോദിക്കുന്നത്, പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആകും ഓൺലൈനായിട്ട്. നമുക്ക് പ്രോഡക്ട്സ് ഇപ്പോൾ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഇപ്പം ഇടയൂർ മുളക് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ തയ്യാറാകുവാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്സപ്പിലാണോ, എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ്? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജുകൾ വഴിയൊക്കെ ഒത്തിരി സെയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സാറിൻ്റെ പ്രോഡക്ട്സിന് വേണ്ടി നമുക്ക് ഇപ്പോൾ സുലഭ FPOയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്? സുലഭ FPOക്ക് വെബ്സൈറ്റ് ഉണ്ട്. അത് നോക്കിയാൽ കിട്ടും. പ്രോഡക്റ്റ്സ് എവിടേക്ക് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിപ്പോൾ ചെറിയ തോതിലൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത 1-2 മാസം കഴിയുമ്പോഴേക്ക് അത് വിപുലമായ തോതിൽ തന്നെ എത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാർ, അപ്പം ഈ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ സാറിനെ സഹായിച്ചിട്ടുള്ള ഇപ്പം കൃഷിഭവനിൽ നിന്നൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർ, KVKയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പറ്റിയൊക്കെയുള്ള എങ്ങനെയാണ് അവരുടെ സപ്പോർട്ടിനെ പറ്റി ഒന്ന് പറയാമോ?
ഞങ്ങളുടെ എടയൂർ പഞ്ചായത്തിലെ കൃഷി ഓഫീസറായി വന്നിരുന്ന ശ്രീലേഖ മാഡം, അതുപോലെ വിഷ്ണു സാറ്, ഇവർ രണ്ടുപേരുമാണ് ഇത് GI നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്നത്. അവർ ഇപ്പോഴും നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ADA വിനോദ് സാറ് എല്ലാ സഹായം ചെയ്തു തരുന്നുണ്ട്. പിന്നെ PD ആത്മപ്രകാശൻ സാറ്, അതുപോലെ KVKലത്തെ ശാസ്ത്രജ്ഞർ, എല്ലാ കൃഷി ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്ക് നന്നായി സഹകരണവും സപ്പോർട്ടും തരുന്നുണ്ട്. സുലഭ FPOയിലെ മറ്റംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനാണ് ഈ സുലഭയുടെ ചെയർമാൻ. എൻ്റെ പേര് മോഹനകൃഷ്ണൻ. അതുപോലെ തന്നെ 4 ഡയറക്ടർമാരും ഉണ്ട്. KP ഗോപിനാഥനാണ് ഒരു ഡയറക്ടർ. ഞങ്ങളെല്ലാവരും എടയൂർ പഞ്ചായത്തിലുള്ള ആളുകളാണ്. അതുപോലെ രണ്ടാമത് സിക്കന്ദർ ബാബു, പിന്നെ ഇബ്രാഹിം CK, സക്കീന BV, അങ്ങനെ 5 ഡയറക്ടർമാരും 10 പ്രൊമോട്ടറുമായിട്ടാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്. 300-ലധികം കർഷകരുണ്ട്. അപ്പോൾ അത് എത്ര ഏക്കർ, ഇപ്പോൾ ഏകദേശം എത്ര ഏക്കറിലെ കൃഷിയാണ് ഇടയൂർ മുളകിൻ്റെ എന്നൊന്ന് പറയാം. 25 ഏക്കറോളം ഞങ്ങളുടെ ബ്ലോക്കിൽ കൃഷി ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഈ വൈറസ് ബാധ വന്നുകൊണ്ട് കർഷകർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു 20 ഏക്കറോളം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൊത്തം ഒരു 100 ഏക്കറയാണ് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ കൃഷി ചെയ്യാനുള്ള കരുതുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഭാവിയിൽ 100 ഏക്കർ 1000 ഏക്കറായി വളർന്ന് സാറിന് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.